എല്ലാവർക്കും നമസ്കാരം. നമ്മൾ UK നമ്മുടെ സ്വന്തം വാഹനം മറ്റൊരു വ്യക്തിക്ക് ഓടിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ 8ന്റെ പണിയായിരിക്കും കിട്ടുക. വേറൊന്നുമല്ല, നമ്മുടെ കാറ് മറ്റൊരു വ്യക്തി കൊണ്ടുപോയി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കവറായി കിട്ടുമോ എന്ന ഒരു ചോദ്യത്തിന് ഉള്ള ആൻസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. മിക്ക കേസുകളിലും അങ്ങനെ കവറാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നമ്മുടെ വാഹനം മറ്റൊരു വ്യക്തിക്ക് ഓടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ആ വ്യക്തിക്ക് അവർക്ക് സ്വന്തം പോളിസി മറ്റ് കാറുകളിലും കവറാകുമെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക ഇൻഷുറൻസ് കമ്പനികളും മറ്റ് ഡ്രൈവേഴ്സിന് തേർഡ് പാർട്ടി ഡാമേജ് മാത്രമേ കവറാക്കി കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവർ ആക്സിഡൻ്റ് ആയാൽ അവരുടെ ഓൺ ഇൻഷുറൻസ് കവർ ആവുകയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യലുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കൈവശം ഉള്ളത് എന്ന് വയ്ക്കുക. അത് മറ്റുള്ളവർക്ക് ഓടിക്കാൻ കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കവറായി കിട്ടുകയില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതിന് ആ ആക്സിഡൻറ്റിൻ്റെ സിവിയാരിറ്റി അനുസരിച്ച് നമ്മുടെ ലൈസൻസ് തന്നെ ബാൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത്യാഹിതമോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ 5000 പൗണ്ട് വരെ നമുക്ക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ നമുക്ക് ഫ്യൂച്ചറിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ട് തരുന്നൊരു സംഗതിയാണ്. അതായത് നമ്മുടെ പ്രീമിയം കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കവറേജ് കിട്ടാൻ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സ്വന്തം വാഹനം മറ്റൊരു വ്യക്തിക്ക് ഓടിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ്. ഇതിന് പുറമെ വേറെ ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.